ഹാൻസി ഫ്ലിക്കിന് കീഴിൽ ഇത്തവണ ട്രബിൾ ലക്ഷ്യമിട്ട് മുന്നേറുകയാണ് ബാഴ്സലോണ. 3 കിരീടങ്ങളാണ് ബാഴ്സലോണയുടെ മുമ്പിലുള്ള ലക്ഷ്യം. ഒന്ന് ചാമ്പ്യൻസ് ലീഗ്, പിന്നെ ലാലിഗ കിരീടം, അതുകൂടാതെ ഇപ്പം കോപ്പ ഡെൽറേയുടെയും ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിനെ മറികടന്ന് ബാഴ്സലോണ കോപ്പ ഡെൽറേയുടെ ഫൈനൽ ബർത്തും സ്വന്തമാക്കിയിരിക്കുകയാണ്. ഹാൻസി ഫ്ലിക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തു, കാരണം എല്ലാ കിരീടങ്ങൾക്കും വേണ്ടി ടീം ഫൈറ്റ് ചെയ്യണം എന്നുള്ളത്. ഫ്ലിക്കിന്റെ ഹിസ്റ്ററി നമുക്കറിയാം. ബയേൺ മ്യൂണിക്കിൽ അദ്ദേഹം നേടിയെടുത്ത അച്ചീവ്മെന്റ്സ് എല്ലാം നമുക്ക് മുമ്പിലുണ്ട്. എന്തായാലും ഒരു മാരക രീതിയിൽ മികച്ച ഫോമിലാണ് ബാഴ്സലോണ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലമീനെ യമാൽ ഒരു ഭാഗത്ത് അസിസ്റ്റ് പ്രൊവൈഡറായിട്ട് മുന്നിൽ നിൽക്കുന്നു, ഒരു ടീമിന്റെ മെഷീനായിട്ട് അദ്ദേഹം കളിക്കുന്നു. അതുകൂടാതെ ലെവൻഡോവ്സ്കി ആണെങ്കിൽ ലീഗിലെ ടോപ്പ് സ്കോററായിട്ട് ആ ഒരു ഫോം നിലനിർത്തി മുന്നേറുന്നു. പിന്നെയാണെങ്കിൽ റഫീനിയ ഗോളുകളായിട്ടും അസിസ്റ്റുകളുമായിട്ടും കറക്റ്റായിട്ട് തന്നെ ബാഴ്സലോണയുടെ ഒരു പ്രധാനപ്പെട്ട പിൻ പോയിന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്ലെയേഴ്സിൻ്റെയൊക്കെ ആ ഒരു സ്ട്രെങ്ത്, അതിനൊപ്പം പെദ്രിയെ പോലുള്ള പ്ലെയേഴ്സിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മിഡ്ഫീൽഡിലുള്ളത്, കുബാർസിയെ പോലുള്ള യങ് ഡിഫൻഡേഴ്സ് കാഴ്ചവെക്കുന്ന പ്രകടനം, അങ്ങനെയാണെങ്കിൽ ബാഴ്സലോണയ്ക്ക് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു പേരാണ്, ഈ ഒരു സീസണിലെ ഒരു അണ്ടർ റേറ്റഡ് ഹീറോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് മറ്റാരുമല്ല, ഫെറാൻ ടോറസ് ആണ്. കാരണം ഫെറാൻ ടോറസ് ആണ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള 2ാം ലീഗ് സെമിയിൽ ആ ഒരു ഗോൾ നേടി, 27ാം മിനിറ്റിൽ അദ്ദേഹം നേടിയ ഒരു ഗോളിലാണ് ബാഴ്സലോണ വിജയിച്ച് കയറിയത്. അപ്പം ഫെറാൻ ടോറസ് ഇങ്ങനെ ഇപ്പോഴും സൂപ്പർ സബായിട്ട് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ അദ്ദേഹത്തിന് സ്റ്റാർട്ടിംഗ് 11-ൽ ഹാൻസി ഫ്ലിക്ക് ഇറക്കിയപ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചില ആളുകളൊക്കെ ചോദിച്ചു, ഇത്രയും പ്രധാനപ്പെട്ട ഒരു മത്സരത്തിൽ ലെവൻഡോവ്സ്കിക്ക് പകരം സ്റ്റാർട്ടിംഗ് 11-ൽ എന്തിനാണ് ഫെറാൻ ടോറസിനെ ഇറക്കിയത് എന്നുള്ളത്. പക്ഷെ അദ്ദേഹം അത് പ്രൂവ് ചെയ്തു. കാരണം നിർണായക സന്ദർഭങ്ങളിൽ, നിർണായക നിമിഷങ്ങളിൽ ഗോൾ നേടാനുള്ള ഒരു കപ്പാസിറ്റി, അത് തന്നെയാണ് ഫെറാൻ ടോറസിനെ മാറ്റി നിർത്തുന്നത്. ഇപ്പം ഈ ഒരു സീസണിൽ അദ്ദേഹം വളരെ സൈലന്റ് ആയിട്ട് നല്ല അച്ചീവ്മെന്റ് നേടി എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ 35 മത്സരങ്ങളാണ് മൊത്തം ഈ സീസണിൽ ഫെറാൻ ടോറസ് എന്ന 25-കാരൻ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ച്. അതിൽ നിന്ന് 16 ഗോളുകളും 3 അസിസ്റ്റുകളും നേടാൻ സാധിച്ചു. നമ്മൾ നോക്കേണ്ടത് ലെവൻഡോവ്സ്കിയുടെ ഗോൾ വേട്ട ഒരു ഭാഗത്ത്, റഫീനിയുടെ ഗോൾ വേട്ട മറ്റൊരു ഭാഗത്ത്, ലെമീൻ യമാലിന്റെ പെർഫോമൻസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അപ്പൊ ഇതിനിടയിലും ശരിക്കും തൻ്റെതായുള്ള ഒരു ഇടം കണ്ടെത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഫെറാൻ ടോറസ്. ഫെറാൻ ടോറസിന് ലാലിഗയിലാണെങ്കിൽ 9 ഗോളുകളും 2 അസിസ്റ്റുകളും ഉണ്ട് ഈ സീസണിൽ. ഇതെല്ലാം സ്റ്റാർട്ടിംഗ് 11-ൽ ഇറങ്ങിയിട്ട് അല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പല മത്സരങ്ങളിൽ അദ്ദേഹം സൂപ്പർ സബായിട്ടും 2ാം പകുതിയുടെ അവസാനമൊക്കെ ഇറങ്ങുന്നത്. പക്ഷെ ആ ഒരു ഇമ്പാക്ട് പ്ലെയർ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ട്രാക്ക് റെക്കോർഡ് ഇപ്പോഴും തുടരുകയാണ് ഫെറാൻ ടോറസ്. ഫെറാൻ ടോറസിന്റെ കരിയർ നമുക്കറിയാം. വലൻസിയയുടെ യൂത്ത് പ്രൊഡക്റ്റ് ആയിരുന്നു. അങ്ങനെ വലൻസിയക്ക് വേണ്ടി 17ാമത്തെ വയസ്സിൽ ലാലിഗയിൽ അരങ്ങേറി റെക്കോർഡൊക്കെ ഇട്ട പ്ലെയർ ആണ്. അതിനുശേഷം മാഞ്ചസ്റ്റർ സിറ്റിയിലെത്തുന്നു. സിറ്റിയിലാണെങ്കിലും മുൻനിര താരമായിട്ട് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും പെപ്പിന് കറക്റ്റായിട്ട് തന്നെ ഫെറാൻ ടോറസിന് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുകയായിരുന്നു. ഒരു ഇമ്പാക്ട് പ്ലെയർ എന്നുള്ള രീതിയിൽ പലപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന് ഗോളുകളൊക്കെ നേടാൻ ടോറസിന് സാധിച്ചിരുന്നു. പിന്നീടാണ് കൂടുതൽ അവസരങ്ങൾ തേടി അദ്ദേഹത്തിന്റെ ഡ്രീം ലാൻഡായ സ്പെയിനിലേക്ക്, അതായത് ജന്മനാടായ സ്പെയിനിലേക്ക് തിരികെ വരുന്നത്. സ്പെയിനിലെത്തിയപ്പോഴും വലിയ പ്രതീക്ഷയായിരുന്നു. പിന്നീട് സംഭവിച്ചത്, ആദ്യമൊക്കെ കുറച്ച് ഗോളുകളൊക്കെ നേടി ഇംപ്രസ് ചെയ്തെങ്കിലും 55 മില്യൺ പൗണ്ടിനാണ് ബാഴ്സലോണ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് ഫെറാൻ ടോറസിനെ സൈൻ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു പ്രതീക്ഷ ആദ്യ സീസണുകളിലൊന്നും അദ്ദേഹത്തിന് നിലനിർത്താൻ സാധിച്ചില്ല. പിന്നീട് പരിക്ക് വന്നു. അതുകൂടാതെ പുതിയ താരങ്ങളൊക്കെ വന്നു, റഫീനി എത്തി, ലെവൻഡോവ്സ്കി എത്തി. അതോടുകൂടി ഒരു മുൻനിര താരം അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ കളിക്കുക എന്നുള്ള ആ ലക്ഷ്യം അദ്ദേഹത്തിന് അപ്രാപ്യമായി മാറി എന്നുള്ളതാണ്. പിന്നീട് ഇടയ്ക്ക് വന്ന പരിക്കുകളും ശരിക്കും ടോറസിനെ ബാധിച്ചു. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ വലിയ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു, അതായത് ടോറസ് സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവിനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നു. അത്രയ്ക്കും തകർന്നുപോയ ഒരു സിറ്റുവേഷനൊക്കെ ഫെറാൻ ടോറസ് ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ഒരു യങ് പ്രോഡിജി എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്ലെയർ ഒന്നുമല്ലാതെ ആകുമോ എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റൊക്കെ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഹാൻസി ഫ്ലിക്ക് വന്നതോടുകൂടി പല പ്ലെയേഴ്സിന്റെയും ഭാഗ്യം തെളിഞ്ഞു. നമുക്കറിയാം, റഫീനിയ തന്നെ നമുക്ക് മുമ്പിലുള്ള ഒരു വലിയ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഫെറാൻ ടോറസിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ഫ്ലിക്കിന് സാധിച്ചു എന്നുള്ളത്. അതിന്റെ റിസൾട്ടാണ് അദ്ദേഹം നേടിയിരിക്കുന്ന ആ ഒരു 16 ഗോളുകളും 3 അസിസ്റ്റുകളും. ശരിക്കും അടുത്ത സീസണിലൊക്കെ ലെവൻഡോവ്സ്കി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലെവൻഡോവ്സ്കിക്ക് ശേഷം ആ ഒരു സ്ട്രൈക്കർ എന്നുള്ള, അല്ലെങ്കിൽ ഒരു സെന്റർ ഫോർവേഡ് എന്നുള്ള രീതിയിലേക്കുള്ള ആ റോളിലേക്ക് ഫെറാൻ ടോറസ് സൂട്ടാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. എന്തായാലും നമുക്കൊരു കറക്റ്റ് അനാലിസിസിലൊന്നും എത്താനായിട്ടില്ല. പക്ഷെ ഈ ഒരു സീസണിലെ ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ്, അല്ലെ അണ്ടർ റേറ്റഡ് ഹീറോ ആണ് ഫെറാൻ ടോറസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബാഴ്സലോണയ്ക്ക് പല മത്സരങ്ങളിലും നിർണായക സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ഒരു രക്ഷകന്റെ റോള് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗോളുകളെല്ലാം വൈറ്റൽ ഗോളുകളായിരുന്നു. ഫെറാൻ ടോറസിന്റെ ആ ഒരു പേസും വർക്ക് റേറ്റും ഒക്കെ തന്നെയാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നല്ല ഫിനിഷിംഗ് മികവുമുള്ള പ്ലെയർ ആണ്. പലപ്പോഴും
അത്ര ഒരു ബോൺ ടാലന്റ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ഹാർഡ് വർക്കിംഗ് വഴി തൻ്റെ മാക്സിമം പ്രതിഭ അത് രാഗി മിനുക്കിയെടുത്ത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള പ്ലെയറാണ് ഫെറാൻ ടോറസ്. ആ ഒരു മെന്റൽ എബിലിറ്റി, തിരിച്ചു വരാനുള്ള ഒരു മെന്റൽ എബിലിറ്റി, അത് തന്നെയാണ് 25-കാരനായ ടോറസിനെ മറ്റ് പ്ലെയേഴ്സിൽ നിന്ന് അല്പം മാറ്റി നിർത്തുന്നത്. എന്തായാലും ഫെറാൻ ടോറസ് ഒരു റെവലേഷനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാഴ്സലോണയെ സംബന്ധിച്ച്.